ഗൈസ്, രാവിലെ തന്നെ റൂം ചെക്കൗട്ട് ചെയ്ത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാലക്കാട് മലമ്പുഴ ഏരിയ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷൻ തന്നെയാണ്. മലമ്പുഴ ഡാമിനടുത്തുള്ള ഹോട്ടൽ സ്റ്റെർലിംഗ് ഗോവർദ്ധന എന്ന പ്രോപ്പർട്ടിയാണിത്. ഇവിടുന്ന് മലമ്പുഴ ഡാമിലേക്ക് 2 കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ. കവയിലേക്ക് 7 കിലോമീറ്ററും. ലൊക്കേഷനും കംഫർട്ടും രണ്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേ. ഇവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. റൂമുകൾ നല്ല ക്ലീൻ ആണ്, സറൗണ്ടിങ്സ് ഒക്കെ നല്ല കാമാണ്. ഇവിടുത്തെ ലക്ഷറി സ്വിമ്മിംഗ് പൂളും കോട്ടേജസും ഒന്നുമല്ല, അത് ഇവിടെ കിട്ടുന്ന പീസാണ്. മോർണിംഗ് ടൈമിൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ പീസ്ഫുൾ ആയി ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിറങ്ങി. ഓക്കെ, കാർ വന്നു, കേറാം. Day 2 of പാലക്കാട്. ഇന്നത്തെ യാത്ര പാലക്കാടിലെ പ്രശസ്തമായ കവ ഐലൻഡിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ കുറച്ച് കാലമായി ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന സ്പോട്ടാണ് കവ. ഇവിടെ ഒന്ന് വരണമെന്ന് ഞാൻ കുറേ നാളായിട്ടായി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഒടുവിൽ അതിന് സമയം കിട്ടിയത്. ഈ സ്ഥലങ്ങൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഒടിയൻ, പടയോട്ടം, കന്മദം, മൃഗ, അങ്ങനെ പല സിനിമകളിലും കവ ഒരു മെയിൻ ലൊക്കേഷനായിരുന്നു. ഇപ്പോൾ ആട് 3ന്റെ ഷൂട്ടിംഗ് ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. മലമ്പുഴ ഡാം കഴിഞ്ഞ് നേരെ പോവാണ്. മാപ്പൊക്കെ ഇട്ടുണ്ട്. പക്ഷെ ഒരു കാട്ടുകൂടെ പോണ ഫീലേ അല്ലേ. നല്ല വെയിലുണ്ട്. സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും. മലമ്പുഴ ഡാം കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ആനക്കൽ എന്നുള്ളൊരു ബോർഡ് കാണാം. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. അവിടുന്ന് ഇടത്തോട്ടുള്ള വഴി, റോഡ് വഴി വേണം കവയിലേക്ക് പോകാൻ. നേരെയുള്ള വഴി പോകരുത്. എന്താ സവാരി പാർക്ക്. ഓ, അവിടെ കുതിരൊക്കെ ഉണ്ട്. അടിപൊളിയേ. ഇവിടേക്കുള്ള വഴിക്ക് വേറെ തന്നെ വൈബുണ്ട്. റോഡിന്റെ സൈഡിലൊക്കെ കാടുകളും ഇടയ്ക്കിടെ ചെറിയ വീടുകളും കാണാം. ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് യാത്ര ഒട്ടും ടയറിങ് അല്ല, വളരെ സ്മൂത്ത് ആയി പോകും. കുറച്ചുകൂടി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ പിന്നീട് അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ അങ്ങനെ വലിയ മൃഗങ്ങളൊന്നും വലുതായിട്ട് വരുന്ന ഏരിയ അല്ല. എന്നിരുന്നാലും വഴിയിലൊക്കെ നിർത്താതിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. പിന്നെ ഡാമിന്റെ ഭാഗത്തായി കരിമ്പുലി ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ ന്യൂസ് കണ്ടിരുന്നു. ആരും പേടിക്കൊന്നും വേണ്ട, 3-4 കൊല്ലം മുമ്പുള്ള ന്യൂസാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ആക്ച്വലി മലമ്പുഴ ഡാമിന്റെ റിസർവോയർ ഭാഗങ്ങളാണ്. കവയിലെത്തുന്ന ആദ്യ മിനിറ്റിൽ തന്നെ മനസ്സിലാവും ഇവിടുത്തെ ബ്യൂട്ടി. ഫോട്ടോയിൽ കാണുന്നതിൽ എത്രയോ ബെറ്റർ ആണ്. ലേക്കിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ പിന്നിൽ മലകൾ കാണുന്ന ആ വ്യൂ ഇല്ലേ, അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്.
ഈ ഡിപ്രഷനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലേ ഇവിടെ വരണം, എന്നിട്ട് ഈ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ടിരിക്കണം. നല്ല പീസ് ഓഫ് മൈൻഡ്. കവിത ഒക്കെ എഴുതാൻ തോന്നുന്നു. വെള്ളത്തിലെടുത്ത് ചാടരുത് എന്നുള്ളൂ ഡിപ്രഷൻ കൊണ്ട്. ഒരുപാട് പേര് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. ഫാമിലി ഗ്രൂപ്പ്സ്, കപ്പിൾസ്, ടൂറിസ്റ്റ്, മിക്സ്ഡ് ക്രൗഡാണ്. ഞാൻ കണ്ടതിൽ കൂടുതൽ ആൾക്കാരും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളായിരുന്നു. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ കാമാണ്, നോയ്സ് ഒന്നുമില്ല, നല്ല പീസ്ഫുൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം. ഇവിടേക്ക് വന്ന് ഓണസ്റ്റ്ലി ഒന്നും ചെയ്യേണ്ടതില്ല. വെള്ളത്തിൻ്റെ അടുത്തിരുന്ന് നേച്ചർ എൻജോയ് ചെയ്താൽ മതി. നമ്മുടെ സ്ട്രെസ്സും ടെൻഷനൊക്കെ പമ്പ കടക്കും. ഇവിടുന്ന് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ നടുക്ക് ഒരു ഐലൻഡ് പോലെ ഒരു ചെറിയ സ്പോട്ടും കൂടിയുണ്ട്. നല്ല തണുപ്പ്. ക്ലൈമറ്റ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അവിടെ ആ വെള്ളത്തിന് നടുവിലായി ആ പനമരങ്ങൾ നിൽക്കുന്ന ഏരിയ ഉണ്ടോ, അവിടെയാണ് ഒടിയൻ സിനിമ എല്ലാം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞ ഒരു ഡ്രൈവിന് പറ്റി കിഡിലെ സ്പോട്ടാണ് കവ. അധിക സ്പീഡിൽ പോകാതെ സ്ലോ ആയിട്ടുള്ള ഈ ഡാമിന്റെ റിസർവോയർ ഭാഗങ്ങളിലൂടെയുള്ള യാത്ര വേറെ തന്നെ ഫീലാണ്. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല, പക്ഷെ ഇത് നേരിട്ട് ആസ്വദിച്ചാൽ മാത്രം ഇതിന്റെ ഫീല് മനസ്സിലാവൂ. അങ്ങനെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരു പാലെത്തും. ഇതാണ് ഒന്നാം പുഴ എന്ന് പറയുന്ന സ്പോട്ട്. ഇപ്പൊ
ഇപ്പോൾ ഇവിടേക്ക് വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. വേനൽക്കാലത്ത് തീരെ വെള്ളം കുറവായിരിക്കും. അപ്പം നമുക്ക് അടിയിലോട്ടൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കുറെ പനമരങ്ങളും ജലാശയങ്ങളും എല്ലാം കാണാം. പിന്നെ ഒരു ക്യൂട്ട് സീനും കൂടെ കണ്ട്. ഒരു ചേച്ചി ഒരു കൂട്ടം ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. സത്യം പറഞ്ഞതൊക്കെ ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല. ഇതൊക്കെ ഗ്രാമങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ ഈ വഴിയിലൊക്കെ തെങ്ങുകളും കവുങ്ങുകളും ഒക്കെ തലയുയർത്തി നിൽക്കണ കാണുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ തനതായ ഒരു ഭംഗിയുണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ കാണാൻ കഴിയും. റോഡിലൊന്നും ഒരു തിരക്കോ സൗണ്ടോ ഒന്നുമില്ല. ഈ സിംപ്ലിസിറ്റി തന്നെയാണ് അവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞങ്ങൾ കവയിൽ പോയത് നവംബർ മാസത്തിലാണ്. ഈ ടൈമിലൊക്കെ ഡാമിൽ അത്യാവശ്യം വെള്ളമുള്ള ടൈമാണ്. മാത്രമല്ല ക്ലൈമറ്റ് നല്ല സുഖമാണ്. ഒത്തിരി ചൂടോ വെയിലോ ഒന്നുമില്ല. പക്ഷെ മാർച്ച് മാസത്തിലൊക്കെ ചൂട് കൂടുതലാണെങ്കിലും വെള്ളം കുറവായിരിക്കും. അപ്പം നമുക്ക് കുറച്ചും കൂടി ഈ ഭാഗത്തു നിന്നൊക്കെ അകത്തേക്ക് നടത്താൻ കഴിയും. അതിന് വേറെ തന്നെ ഭംഗിയാ. ഇനി വേനൽക്കാലത്ത് ഇവിടേക്ക് ഒരു തവണ കൂടി വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കവയിൽ നിന്ന് മടങ്ങി. ഇവിടുന്ന് ഞങ്ങൾ മലമ്പുഴ ഡാമിലേക്കും തെക്കേ മലമ്പുഴയിലേക്കാണ് പോകുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നത് കൊണ്ട് അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ചെറിയ കവ വിസിറ്റ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.